I can see. Okay. So നമ്മളുടെ question discussion session, so you can just read the question here. A nurse is assessing a client with a dark skin who has disseminated intravascular coagulation, so DIC. Which of the following location would be best to assess for the presence of പെറ്റാക്കെ? പെറ്റാക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിനകത്ത് ഏത് ഏരിയയിലാണ് യൂഷ്വലി നിങ്ങൾ അസസ് ചെയ്യേണ്ടത്? ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ പെറ്റാക്കെ, പ്രസൻസ് ഓഫ് പെറ്റാക്കെ, ഇറ്റ്സ് ലൈക്ക് എ പിങ്കിഷ് pinpoint rashes that is a sign of bleeding. DIC is a condition, it is also characterized with bleeding. അപ്പോൾ DIC-യിലും കാണുന്നത് ബ്ലീഡിംഗ് ആണ്. അപ്പോൾ DIC-യിൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെറ്റാക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. സോ അതിൽ ഈ പോയിന്റിൽ ഇവിടെ സിറ്റുവേഷൻ ഇതാണ്, ഏത് ലൊക്കേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഇവിടെ ഒരു പ്രത്യേകത, പേഷ്യൻ്റ് ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് പെറ്റാക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിനകത്ത് ഏറ്റവും ബെറ്റർ സൈറ്റ് ബക്കൽ മ്യൂക്കോസ കൺജങ്ക്റ്റൈവ ആണോ, palm of the hand and sole of the foot, and then skin over the sacrum and nail beds of the fingers and toes? So you can just drop your answers in the chat box so that I can see what is your answers. ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് പെറ്റാക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പിൻ പോയിന്റ് പിങ്കിഷ് റാഷസ് usually found beneath subcutaneous tissues. Okay, normally subcutaneous tissues ന്റെ താഴെ കാണുന്ന പിൻ പോയിന്റ് പിങ്കിഷ് കാപ്പിലറി ബ്ലീഡ് കാരണം വരുന്ന ഒരു സൈൻ ആണ് പെറ്റാക്കെ. അപ്പോൾ അത് that is associated with all bleeding disorders, thrombocytopenia, DIC, all kind of a bleeding disorders il പെറ്റാക്കെ is like a common thing. So out of this, which one is better? Try to remove wrong answers. ഇതിനകത്ത് ഏതാണ് റോങ് ആൻസർ ആയിട്ട് വരുന്നത്? സോ ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട് തന്നെ തേർഡ് വൺ ഇസ് റോങ്, ആൻഡ് ഈവൻ വി ഡോണ്ട് ചെക്ക് ഓൺ ദ നെയിൽ ബഡ്സ്. സോ തേർഡ് ആൻഡ് ഫോർത്ത് വൺ ഇസ് റോങ്. ദെൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ഫ്രം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ ബെറ്റർ ആൻസർ. either it is on palm of the hand and sole of the feet ആണോ, or buccal mucosa and conjunctiva? Yes, it should be, basically this is for a dark skin person. It has to be assessed in a light area, where light skin toned area. Fine. So palm of the hand is white, even the sole of the feet is also almost light, but where you can check the skin color. For identifying the skin color identify ചെയ്യാനായിട്ട് നമുക്ക് എന്ത് നോക്കാം? ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെയിൽ ആയിട്ടുള്ള ഏരിയാസ് ചെക്ക് ചെയ്യാം, സ്കിൻ കളർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, സ്കിൻ കളർ ആണ്, റിപ്പീറ്റ്, സ്കിൻ കളർ. ദിസ് ഈസ് നോട്ട് എ സ്കിൻ കളർ. ഇത് കാപ്പിലറി ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ സ്കിന്നിൻ്റെ താഴെ ഉണ്ടാവുന്ന ഡോട്ട്സ് ആണ്. ഓക്കെ, പിൻ പോയിന്റ് റാഷസ് ആണ്. ഇറ്റ്സ് ലൈക്ക് ബിക്കോസ് ഓഫ് എ കാപ്പിലറി ബ്ലീഡ്. ഫൈൻ. സോ palm of the hand and sole of the feet to be assessed to identify the skin color. For example, in case of jaundice, you can assess or you can focus that particular area. But this is a situations where you need to assess the pettache. Okay, so the better site is the first answer, buccal mucosa conjunctiva of the eye. Clear? So the answer for this is not second one. The better answer is first one. പ്രത്യേകം ശ്രദ്ധിക്കണേ, സ്കിൻ കളർ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, സ്കിൻ കളർ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം ആണ് ഈ പറയുന്ന സോളും പാം ഓഫ് ദ ഹാൻഡും. ഓക്കെ, ഇവിടെ വേണ്ടത് നമുക്ക് പെറ്റാക്കെ ആയതുകൊണ്ടാണ് ആൻസർ ഫസ്റ്റ് വൺ ആയിട്ട് മാറിയത്.